ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മംഗളാചരണം ചൊല്ലാന്നല്ലേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്യുതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമഃ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് പ്രഭുവിന് സുഖമില്ലാത്തതിന്റെ പേരില് ക്ലാസ് ഇത് പറയാനുള്ള ദൗത്യം എനിക്കാണ് പ്രഭു ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് പ്രഭുവിന്റെ പോലെ നമുക്ക് അറിവൊന്നുമില്ല, ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഡിസ്കഷൻ പോലെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. അല്ല, എനിക്ക് പറയാനൊന്നും അത്രയ്ക്ക് അറിയാനൊന്നും പാടില്ല. ഇതിലുള്ളത് വായിച്ചൊക്കെ എന്തെങ്കിലും ഇത് തന്നെ പറയാം, അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്കറിയാത്തതൊക്കെ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് അറിയാത്തതൊക്കെ മറ്റുള്ളവർ ഓരോരുത്തർക്ക് അറിയാവുന്ന പറഞ്ഞ് നമുക്ക് ഒരു ചർച്ച പോലെ മുമ്പോട്ട് എടുക്കുക ക്ലാസ്. പ്രഭുവിന് സുഖമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിന്ന് 3-ാം അധ്യായത്തിലെ ശ്ലോകം 17, 18, 19 നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും അനുഗ്രഹം, ആശീർവാദം പ്രഭു. ഒന്നും അറിയാൻ പാടില്ല, എന്നാലും 2 അക്ഷരം പേടിക്കാണ്ട് പറയാനായിട്ട് ഒന്ന് പ്രഭു എല്ലാവരും മാതാജിമാരും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വേണേ. ഹരേ കൃഷ്ണ. ഞാൻ പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ട് എടുത്തോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. ശ്ലോകം വായിക്കാം കേട്ടോ, എല്ലാവർക്കും വായിക്കുന്നവർക്ക് വായിക്കാം. എന്തെങ്കിലുമൊക്കെ എല്ലാരും വായിക്കണം പ്രഭു, അല്ലെങ്കിൽ രണ്ട് കുറച്ച് പേര് വീതം വായിച്ചാൽ മതി. 2 പേര് വീതം ഹരേ വായിക്കണം. ഹരേ രണ്ടുപേര് വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 17. യസ്ത്വാത്മതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാൾ കൂടി വായിക്കാരെങ്കിലും. വായിക്കണ്ടേ ആർക്കും? പേര് വിളിച്ചോളൂ, അതായിരിക്കും നല്ലത്. ജ്ഞാനാംബിക മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ശ്ലോകം വായിക്കാം മാതാജി, അടുത്ത ശ്ലോകം വായിക്കാം. ശരി, എന്നാൽ ഞാൻ വേർഡ് ബൈ വേർഡ് മീനിങ് വായിക്കട്ടെ. കിം
കിം തു എന്നാൽ യഹ് മാനവ യാതൊരു മനുഷ്യൻ ആത്മരതി ഏവ ആത്മാരാമനായും ആത്മതൃപ്തച്ച ആത്മതൃപ്തനായും ആത്മനി ഏവ ആത്മാവിൽ തന്നെ സന്തുഷ്ടച്ച സന്തുഷ്ടനായും സ്യാത് ഭവിക്കും തസ്യ അവന് കാര്യം ചെയ്യപ്പെടേണ്ടതായ കർത്തവ്യം ന വിദ്യത്തെ ഒന്നുമില്ല. ഭാവാർത്ഥൻ വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. വിവർത്തനം: മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. ഭാവാർത്ഥം രതിദേവി മാതാജി വായിക്കണോ? ഹരേ കൃഷ്ണ. വായിക്കാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദം. ജയ് ശ്രീല പ്രഭുപാദം. ഭാവാർത്ഥം: തികച്ചും കൃഷ്ണാവബോധമുള്ളവനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളിൽ സന്തുഷ്ടനുമായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല. കൃഷ്ണ അവബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം ജ്ഞാനാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ആ പ്രജ്ഞാശക്തി കൊണ്ട് തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാശ്വത തത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസവും ഉണ്ടാകുന്നു. അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തന്റെ കർത്തവ്യം എന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ആ നിലയ്ക്ക് ഇനി വൈദിക വിധികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണ അവബോധം സിദ്ധിച്ച അയാൾക്ക് മേലിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താല്പര്യമോ മദ്യം, സ്ത്രീകൾ മുതലായ വശ്യ വിഷയങ്ങളിൽ ആസക്തിയോ ഇല്ലാതാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ഇതില് ഹരേ കൃഷ്ണ നമ്മളിപ്പോ ശിലപ്രഭുപാദരുടെ ഭഗവത്ഗീത ബുക്കിൽ പ്രഭുപാദർ എഴുതിയ ഭാവാർത്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പ്രഭുപാദർ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാല് നമുക്ക് അനേകായിരം ജന്മങ്ങൾ എടുത്തിട്ട് അല്ലെ, മറിച്ച് ജനിച്ചും മരിച്ചും നമ്മളങ്ങനെ 84 ലക്ഷം ജീവജാലങ്ങൾ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അതില് നമുക്ക് ഒരു മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ മനുഷ്യജന്മം നമുക്ക് എന്താ പറയാ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കണം എന്ന് പറയണത്. അതില് ആത്മാരാമനെ വർത്തിക്കുകയും ചെയ്താല് ആത്മാവ് പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. അപ്പോ നമുക്ക് പിന്നെ വേണ്ട കർത്തവ്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ കർത്തവ്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അനങ്ങാതിരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുക എന്നുള്ളതല്ല അർത്ഥം. നമുക്ക് ആ മനുഷ്യ ജീവിതം കിട്ടിക്കഴിഞ്ഞാല് അത് നമുക്ക് എന്തിനാണ് കിട്ടുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ആ മനുഷ്യജന്മം തന്നത്. അപ്പൊ നമ്മൾ ചെയ്ത പല പുണ്യങ്ങളുടെയും ആ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് നമ്മൾ ജനിച്ചും മരിച്ചും പുണ്യപ്രവൃത്തികളിൽ ഉണ്ടായിട്ടാണ് നമുക്ക് ഒരു മനുഷ്യ ജീവിതം തരുന്നത്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആ ഭഗവാനുമായിട്ട് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് നമ്മള് കൃഷ്ണാബോധത്തിൽ എത്തി ഭഗവാനെ സേവിച്ചും കൊണ്ട് ഭഗവാനാണ് നമ്മുടെ സുപ്രീം എന്ന് കരുതിയിട്ട് നമ്മള് ഭഗവാന്റെ ദാസനാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, കർമ്മങ്ങൾ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭൗതികതയില് നമുക്കിപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മള് കർത്തവ്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ വേണ്ടി വരില്ല എന്നുള്ളതാണ് പറയണത്. അല്ലാതെ നമ്മള് ഒരു ജോലിയും ചെയ്യാണ്ട് അനങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അനങ്ങാതിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ മുൻപോട്ട് പോവുക, ജീവിത ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മള് കർത്തവ്യങ്ങളൊന്നും ഇല്ല ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്കെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെ നമുക്ക് തന്നെ രമിപ്പിക്കാൻ പറ്റും. അതാണ് ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ രമിപ്പിക്കുക. അപ്പൊ നമ്മൾ സ്വയം ആത്മാവിനെ രമിപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ, വേറെ ഭൗതികതയില് നമുക്ക് ഒന്നും നേടാനായിട്ട് ഒന്നുമില്ല അല്ലെ. പിന്നെ നമുക്ക് ഭഗവാന് വേണ്ടി മാത്രം വർത്തിച്ചാൽ മതി. ഭഗവാന് വേണ്ടിയിട്ട് വർത്തിക്കുമ്പോൾ എന്താണ്, ഭഗവാൻ തന്നെ നമ്മളിലേക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത് എന്ന് നമുക്കൊരു ജ്ഞാനം കിട്ടും. നമുക്ക് പറഞ്ഞു തരും ഭഗവാൻ. നമ്മള് ഭഗവാനോട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാനാണ് പിന്നെ ഏറ്റെടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ മാത്രം സേവിച്ച് നമുക്ക് ആ ഭഗവാന് വേണ്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണം. നമ്മൾ ഓരോ ജോലികളും നമുക്ക് ചെയ്യണം. ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഫലം ഇച്ഛിക്കാണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ പറയുന്നത് വെച്ചാല് യജ്ഞങ്ങളെ കുറിച്ചും യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യണം, യജ്ഞങ്ങൾ എന്താ എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ യജ്ഞങ്ങൾ ചെയ്യേണ്ട ഏത് മനോഭാവത്തോടുകൂടി വേണം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ മഹാവിഷ്ണുവിന് കണക്കൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ
ആ യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യേണ്ട, യജ്ഞം ചെയ്യേണ്ട ഒരാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ് ഈ 17 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ അതിൽ പറയണമെന്ന് വെച്ചാല് കൃഷ്ണാവബോധത്തോടുകൂടി വേണം നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. അതായത് ഫലം ഇച്ഛിക്കുക, നിഷ്കാമ കർമ്മം, അതിനെ കുറിച്ചാണ് ഇനി പറയണത് ഈ ശ്ലോകങ്ങളിൽ. അപ്പൊ നമ്മൾ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാല് ഒരു കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്, അതായത് ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മങ്ങൾ, അതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്താലേ നമുക്ക് കൃഷ്ണാബോധത്തിൽ എത്തിച്ചേരുള്ളൂ എന്നുള്ളതാണ് പറയണത്. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോ നമ്മൾ ക്രമേണ പടിപടിയായിട്ട് നമ്മൾ കൃഷ്ണ ഭൗതികതയുള്ള താല്പര്യം നമുക്ക് കുറഞ്ഞുകൊണ്ട് വന്നിട്ട് നമ്മൾ കൃഷ്ണാബോധം നമുക്ക് വരും പടിപടിയായിട്ട്. അപ്പൊ നമ്മള് ഈ അനേകം എന്താ പറയാ യജ്ഞങ്ങൾ ചെയ്താലും നമുക്ക് ഇന്നത്തെ കാലത്ത് യജ്ഞമൊന്നും പറയണില്ല അല്ലെ. യജ്ഞങ്ങള് ചെയ്താലും നമുക്ക് കിട്ടുന്നതിന്റെ വളരെ 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 കൂടുതലായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് നമുക്ക് പറയില്ല ലിഫ്റ്റിൽ കയറി പോകുന്നത് പോലെ, സ്റ്റെപ്പ് കയറാതെ ലിഫ്റ്റിൽ കയറുന്ന പോലെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവുന്ന മനസ്സിൽ. ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തിരിച്ചറിവ് കിട്ടും. എന്താണ്, നമ്മൾ ഭഗവാന്റെ ദാസനാണെന്നും നമ്മളുടെ പിതാവ് ഭഗവാനുമാണ്, അല്ലെ ഭഗവാന്റെ ലോകത്തിലുള്ള ആൾക്കാരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് നമ്മള് ആ ഇന്ദ്രിയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളാകെ, ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലാകെ നമ്മുടെ മനസ്സ് മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് അല്ലെ. നമുക്ക് അസൂയ, ആസക്തി, വൈര എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം ഇങ്ങനെ മൂടിയിരിക്കണം മാലിന്യങ്ങൾ കൊണ്ട്. അപ്പൊ ഈ ജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ഈ ഭഗവാന്റെ കൃഷ്ണാബോധം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധിയാകും എന്ന് പറയണം. അതിലുള്ള മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്ന പറയണം. അത്രയ്ക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാവും. പിന്നെ എന്താ പറയുക, പ്രജ്ഞാശുദ്ധിയും തനിക്ക് ഭഗവാനുള്ള ബന്ധത്തിൽ ശാശ്വതത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് ആ മാലിന്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാല് നമുക്ക് ബോധ്യം വരും. നമുക്ക് എന്താ പറയുക, ഭഗവാനാണ് ശാശ്വതം, അല്ലാതെ നമുക്ക് വേറെ ആരും ശാശ്വതം ഇല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണ വിശ്വാസം വരും. അങ്ങനെ ഭഗവത്കാരനെ കൊണ്ട് തന്റെ കർത്തവ്യം ഒരാൾക്ക് ബോധ്യപ്പെടും. നമ്മുടെ കർത്തവ്യം എന്താണ്, കർത്തവ്യം എന്താണെന്ന് ബോധ്യപ്പെടുന്ന എന്താണ്, നമ്മൾ ഭഗവാന് വേണ്ടി സേവ ചെയ്യുക, അതാണ് നമ്മൾക്ക് നമ്മുടെ കർത്തവ്യം. പിന്നെ എന്താ, അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കരമായിട്ട് നമ്മള് യജ്ഞങ്ങളോ തപസ്സോ ധ്യാനങ്ങളോ ചെയ്യാണ്ട് തന്നെ നമ്മൾക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് ഭക്തി മതി. നമ്മുടെ വേറെ നമ്മളുടെ ഒന്നും വേണ്ട. ഭഗവാൻ ഒരു പുഷ്പം, പത്രം, പല്ലം തോന്നുന്ന നമ്മൾ പഠിച്ചാൽ എല്ലാവരും നമ്മൾ പ്രേമപൂർവ്വം വെച്ചാലും ഭഗവാന് നമ്മളുടെ പ്രേമ സ്നേഹപൂർവ്വം നമ്മളുടെ ആ ഒരു ഭക്തി, എല്ലാത്തിനും ഉപരി ഭക്തിയോഗത്തെ, കർമ്മയോഗത്തെക്കാളും എല്ലാത്തിനേക്കാളും ഉപരി ഭക്തിയോഗം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. 2-ാം അധ്യായത്തിൽ കുറച്ച് പറയുന്നുണ്ട്, ഇനിയിപ്പോ അടുത്ത ചാപ്റ്ററിലൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ കർമ്മയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങളായാലും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് കൃഷ്ണാബോധത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ കൃഷ്ണാബോധം സിദ്ധിച്ച ഒരാൾക്ക് പിന്നെന്താ പറയണ, ഭൗതിക പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. എന്താ പറയുക, ഭൗതിക സുഖങ്ങളിൽ ഏർപ്പെട്ട് മദ്യം, സ്ത്രീകള്, അങ്ങനെയുള്ള നമുക്ക് ഒരു ഒന്നിലും ആസക്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള മദ്യപിക്കണമെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള സുഖം കിട്ടണമെന്നോ അങ്ങനെയുള്ള ഒരു ആസക്തി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ ഇനി അടുത്ത 18 വായിക്കാൻ ലാസ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിങ്ങളും പറഞ്ഞ് നമുക്ക് പറയണം കേട്ടോ എല്ലാവരും. ഇപ്പൊ ഞാൻ അത്രയും 18-ാമത്തെ ശ്ലോകം വായിക്കട്ടെ പ്രഭു. വായിക്കാം. കൃഷ്ണ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ശ്ലോകത്തില്. അതെ, 17-ാമത്തെ ശ്ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. നമുക്കപ്പോ അറിയാവുന്ന അങ്ങോട്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഉണ്ടെങ്കിൽ പറയാം, ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. പ്രഭുവിന്റെ തൊണ്ട ശരിയായി കഴിയുമ്പോ പ്രഭു പറഞ്ഞു തരുമല്ല. എനിക്കറിയില്ല പറയാൻ, അറിയാവുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന 3 സാക്ഷാത്കാരമുണ്ട്. അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. 3 സാക്ഷാത്കാരത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്, അതെന്തായിരുന്നു? ജ്ഞാനാംബിക മാതാജി. ഒന്ന് ആത്മസാക്ഷാത്കാരമാണ്. ഒന്ന് അതിന് വേറൊരു പേരുണ്ട്. ഉണ്ട്, ആത്മസാക്ഷാത്കാരത്തിന് വേറൊരു പേരുണ്ട്. സബിത മാതാജി മൈക്ക് ഓൺ ആക്കിയായിരുന്നു. മാതാജി എന്ന് പറഞ്ഞത് അല്ല പ്രഭു, ഞാനൊരു സംശയം. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, അതാണ്. ഹരി ബോൽ, ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് രമിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക, ആനന്ദം കാണുക അല്ലേ.
ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ? യോഗികൾ ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ ജീവിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എലിവേറ്റർ ആണല്ലേ, ലിഫ്റ്റാണ്. നമ്മൾ ആ സ്ലോ പ്രോസസ് അല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വൈദിക വിധിപ്രകാരം വരുന്നത് സ്ലോ പ്രോസസ്സാണ്. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും പറയുന്ന പ്രവൃത്തികൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ ഉച്ചഴിയുന്ന പോലെ ഒരു പ്രോസസ്സാണ് അതല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന അത് പ്രോസസ്സ് പ്രഭു ആദ്യത്തെ ബ്രഹ്മം എന്നല്ലേ പറയുന്നത്. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മം എന്ന് പറയുമ്പം അത് പിന്നെ ഭഗവാന് രൂപമില്ല എന്നുള്ള ഒരു അത് രീതിയിൽ തന്നെ കണക്കാക്കുന്നവരാണ് അവര്. അതെ. അവർക്ക് പിന്നെ ഭഗവാന്റെ ഈ പ്രകാശം അതാണ് ബ്രഹ്മം, അതാണ് എല്ലാം എന്നുള്ള ബ്രഹ്മജ്യോതി കണക്കൂട്ടല് ബ്രഹ്മജ്യോതി ബ്രഹ്മവാദികൾ. അതാണ് ആദ്യത്തെ ബ്രഹ്മവാദികള്. ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ രണ്ടാമത്തത് പരമാത്മാവാദികള്. അപ്പൊ അതെ എന്നുവെച്ചാൽ എല്ലാവരുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് വിളങ്ങുന്നതാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഈ ഭഗവാൻ എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം. അത് പിന്നെ പരമാത്മ സാക്ഷാത്കാരം. പിന്നെ ഭഗവാൻ സാക്ഷാത്കാരം, അത് ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ ഈ ഷഡ് ഐശ്വര്യങ്ങള് പൂർണ്ണമായും ഉള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും ഭഗവാന് നമ്മളെ പോലെ തന്നെ രൂപമുണ്ട്, ഭഗവാന് രൂപവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഈ ഷഡ് ഐശ്വര്യങ്ങളും ഉണ്ട്, അത് ഭഗവാന് മാത്രമേ ഉള്ളൂ, പൂർണ്ണനുമാണ്. പിന്നെ ഭഗവാന്റെ ദാസന്മാരാണ് നമ്മളെന്ന്, നിത്യേന ദാസൻ, നമ്മള് ദാസനാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ അംശവുമാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അംശത്തിന് ഭഗവാന്റെ ഗുണങ്ങളൊക്കെ കുറച്ച് ശകലം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അങ്ങനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ സാക്ഷാത്കാരം ആയി. അതാണ് പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരം. അതെ, അതാണ് ഏറ്റവും ഉന്നതിയിലുള്ള സാക്ഷാത്കാരം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മാരാമനായി, ആത്മാവിനെ രമിപ്പിക്കുക അല്ലേ? രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിപ്പിക്കുക. അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നതിന് കർത്തവ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആത്മാവാരാണ്? ഭഗവാന്റെ അംശമാണല്ലേ? അപ്പൊ തദ്വാര ഭഗവാനിലേക്കാണ് അതുവഴി എത്തിച്ചേരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് കർത്തവ്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പ്രഭു കഴിഞ്ഞാൽ മിണ്ടണ്ട പ്രഭു, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. ഒരാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കാണ്ട് സാധ്യമല്ല, കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കർമ്മമാണെന്ന് വിചാരിക്കേണ്ട. ഈ വലിയ പ്രോസസ്സുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യജ്ഞങ്ങളോ യാഗങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മസാക്ഷാത്കാരത്തിൽ ആത്മാരാമനായി രമിക്കുന്ന ഒരാൾക്ക്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. വേറെ ആർക്കെങ്കിലും പ്രഭു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയെ മുക്താത്മാവെന്ന് പറയൂലേ? മുക്തിയെ കിട്ടിയെന്നല്ലേ പറയണം? ആത്മസാക്ഷാത്കാരം കിട്ടിയ മുക്താത്മാവെന്ന് പറയും അല്ലേ? മുക്താത്മാവെന്ന് പറയാം. അപ്പൊ അത് നമുക്ക് അത് ഈ ഭഗവാൻ സാക്ഷാത്കാരം നേടുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. മറ്റേതൊക്കെ ആകുമ്പോ അപൂർണമാണ് ശരിക്കും. ഉണ്ട് എങ്കിലും അത്ര ശരിയാവും. ലെവലിൽ നിന്നിട്ട് വേണം ഈ ആത്മാവിനെ പറ്റി. എത്ര പേർക്കുണ്ട് മാതാജി? നമ്മളിപ്പോഴല്ലേ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയ? പിന്നെ നമുക്കിപ്പോഴാ വന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ നമ്മള് ഒരു ഗുരുവിന്റെ സഹായത്തോടുകൂടി വേണം. നമുക്ക് ഡയറക്റ്റ് അങ്ങനെ അല്ലോ, ഗുരുവിന്റെ സഹായത്തോടുകൂടി, ഗുരുവിന്റെ കാരുണ്യത്തോട് വേണം കൃഷ്ണാഭാവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് പറ്റൂല എന്നുള്ള നമുക്ക് പറയണ്ടല്ലോ. ഇത് ഒരു മുല്ലവള്ളിക്ക് ഒരു ഇത് വേണ്ടേ, ഒരു സപ്പോർട്ട്, ഒരു വള്ളിക്ക് എന്ന് പറഞ്ഞ പോലെ ഭഗവാനിൽ എത്തണമെങ്കിൽ നമുക്ക് ഗുരു ഉണ്ടായിരിക്കും. ആ ഗുരുവിൽ കൂടെ മാത്രമേ ഭഗവാനിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് വൈഷ്ണവർ പറയുന്നത്. ഉണ്ടെങ്കിൽ പറയാം വേറെ ആർക്കെങ്കിലും ഇതിൽ നിന്ന്, ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്തെങ്കിലും. എന്നിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് മാതാജി വായിച്ചിട്ട് കടന്നു കൊടുക്കും. പ്രഭു ഒരുപാട് സംസാരിക്കണ്ട, ശബ്ദം ശരിയായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാരും സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നത്. ഒരാൾ വായിക്കാൻ പറയും, ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളാരും സംസാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഡിസ്കഷൻ ആയത് സതിമാതാജി ആദ്യം തന്നെ പറഞ്ഞില്ലേ, എല്ലാവരോടും കൂടി ഡിസ്കസ് ചെയ്ത് പരസ്പരം പറയുക. വേറെ ആർക്കെങ്കിലും എല്ലാം പറയാനുണ്ടെങ്കിൽ പറയും. അറിയാവുന്നതൊക്കെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ നമുക്ക്.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതല്ലേ നമുക്ക് പറഞ്ഞു തരുന്ന ഭഗവാൻ 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ എന്നിൽ മനസ്സുറപ്പിക്കൂ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കൂ, അപ്പോ നീ എന്നിൽ പൂർണ്ണമായിട്ട് എത്തും. അതും നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അതിലൂടെ നീ പ്രവർത്തിക്കൂ. അതും പറ്റിയില്ലെങ്കിൽ നീ എന്താണ് എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യൂ. അതായത് നിനക്ക് എന്നിൽ മനസ്സുറപ്പിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ കർമ്മങ്ങൾ ചെയ്യൂ. അതായത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, സേവ, അങ്ങനെ പലതും ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ ഭഗവാൻ ഓരോരോ സ്റ്റെപ്പ് നമുക്ക് വേണ്ടി താഴ്ത്ത് വരുന്നുണ്ട്. അതും പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നീയെ നല്ല പലവർക്കും വീട്ടിലും പുറമേ സാമൂഹികമായിട്ടും പല ഇതും പറ്റും, അങ്ങനെ ഒരു തടസ്സം വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ പറയുന്നുണ്ട്, നീ നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ആ ഫലം എനിക്ക് നീ എന്തെങ്കിലും ഒരു സത്പ്രവൃത്തി ചെയ്യൂ. ചിലര് അനാഥാലയത്തില് വർക്ക് ചെയ്യുക, ചിലര് അന്നദാനം ചെയ്യുക, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താൽ നിന്റെ മനസ്സ് ശുദ്ധമാകും. ആ ശുദ്ധ മനസ്സില് കൃഷ്ണാവബോധം തനിയെ വന്നുകൊള്ളും. അങ്ങനെ പറയുന്നില്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കറിയുന്നത് പറഞ്ഞു. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ പറയുന്നത്, കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സിൽ കൃഷ്ണാവബോധം നല്ലവണ്ണം ഉദിച്ചു കഴിയുമ്പോൾ 1000 യജ്ഞങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കളങ്കങ്ങളും ഭസ്മീകരിക്കപ്പെടുന്നു, നമ്മൾ ശുദ്ധമാകുന്നു. അതാണ് നമ്മളപ്പോ മുക്താത്മാവായി, നമുക്ക് മുക്തി കിട്ടിയത്. മുക്താത്മാവായി, ബദ്ധാത്മാവ് മാറി മുക്താത്മാവായി. അതെ, അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയെ നമ്മള് മുക്താത്മാവെന്ന് പറയും. ഒരു പട്ടിയുണ്ട്, 18 കിടക്കട്ടെ എന്നാല്. ആരെങ്കിലും ഉണ്ടോ ഇനി? 18 വായിക്കാവേ. ഹരേ കൃഷ്ണ. ശ്ലോകം 18. നൈവ തസ്യ കൃതേനർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. നൈവ തസ്യ കൃതേനർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. ഹരേ കൃഷ്ണ. ആരെങ്കിലും രണ്ടുപേര് വായിക്കൂ കേട്ടോ, വായിക്കാത്തവര്. നൈവ തസ്യ കൃതേനാർത്ഥോ നാക്യതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുമോ? വായിക്കൂ. നൈവ തസ്യ കൃതേനാർത്ഥോ നാക്യതേനേഹ കഞ്ചന ന ചാസ്യ സർവഭൂതേഷു കഞ്ചിദർത്ഥവ്യപാശ്രയാഃ. കശ്ചിദർത്ഥവ്യ എന്നുണ്ടോ? കശ്ചിദർത്ഥവ്യപാശ്രയ. വേർഡ് ബൈ വേർഡ് മീനിങ് വായിക്കാം. ഇഹ ഈ ലോകത്തിൽ കൃതേന കർത്തവ്യ നിർവഹണം കൊണ്ട് തസ്യ അവന് അർത്ഥ പ്രയോജനം ന ഏവ ഇല്ല തന്നെ. അകൃതേന കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ടും കശ്ചന അർത്ഥ ന ഒരു പ്രയോജനവുമില്ല. അസ്യ ഇവന് സർവഭൂതേഷു സർവഭൂതങ്ങളിലും കശ്ചിത് ഒരു അർത്ഥവ്യപാശ്രയ ച ഉദ്ദേശത്താലുള്ള ആശ്രയവും ന ഇല്ല. ഭാവാർത്ഥൻ വിവർത്തനം ബൈ ശിലാപ്രഭുപാദ് കി ജയ്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഭാവാർത്ഥം വായിക്കട്ടെ മാതാജി. വായിക്കും മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും. കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നത് എന്തും കർത്തവ്യ നിർവഹണമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറഞ്ഞ വെച്ചാല് അടുത്ത 17ാമത്തെ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷനിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ സാക്ഷാത്കാരം ലഭിച്ച ഒരു മുക്താത്മാവിന് പിന്നെ അയാൾക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരില്ലെന്നാ പറയണം. അയാൾക്കൊരു മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ അയാൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നുമില്ല. അപ്പൊ അയാള് ഭഗവാനെ മാത്രം ആശ്രയിച്ച് അങ്ങനെ ജീവിച്ചാൽ ഭഗവാനായിട്ട് അയാൾക്ക് എല്ലാ ഷെൽട്ടറും. നമ്മളിപ്പോ
ഇതിൽ പറയുന്നുള്ള ഷെൽട്ടർ എടുക്കാനായിട്ടൊക്കെ. അപ്പൊ നമ്മൾ ഷെൽട്ടർ എടുത്ത് നമ്മളുടെ ഇതെല്ലാം അവരിൽ ഏൽക്കുന്ന, ഗുരുവിനെ ഏൽക്കുന്നല്ലേ പറയണം. അപ്പൊ അതുപോലെ ഇതില് നമ്മളൊരു മുക്താത്മാവിന് ഭഗവാൻ ഷെൽട്ടർ എല്ലാം കൊടുക്കുന്നതാണ്. ഇതില് ഇപ്പൊ ഒരാളെ, ഒരു ലോകത്തുള്ള ഒരു ജീവിയും നമുക്ക് പിന്നെ ആശ്രയിക്കേണ്ടി വരില്ല എന്നാണ് പറയണത്. അവന് ഒരാളോട് ഒരു ബാധ്യതയും വരുന്നില്ല. കാരണം ഭഗവാനെ മാത്രം അവന്റെ മനസ്സിലുള്ളൂ. അപ്പൊ ഭഗവത് സേവനങ്ങൾ മാത്രം ചെയ്ത് അവന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് പറയണത്. പിന്നെ എന്താ പറയാ, എന്ന് വെച്ച് ധർമ്മമൊന്നും ചെയ്യാതിരിക്കാനും പാടില്ല. അവന് ദേവന്മാരിലോ മറ്റുള്ള ദേവന്മാരിലോ ഒരു മനുഷ്യരിലോ അല്ലെങ്കിൽ വേറെ ഒരു ജീവജാലങ്ങളിലോ ഒന്നും ഒരു ഇതിന് അഭയം തേടി പോകേണ്ട ആവശ്യമില്ല. കാരണം അവൻ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുള്ളൂ. കാരണം ഭൗതികതയിലൊന്നും ചെയ്യാനില്ല അവന്. അപ്പൊ അവന് എന്താ ചെയ്യേണ്ടത്? പിന്നെ മുക്താത്മാവായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എല്ലാം ചെയ്യുന്ന എന്ത് ചെയ്താലും അതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടുള്ള കർത്തവ്യമാണെന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണാവബോധത്തോടെ മാത്രമേ അയാൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഇത് ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ട്. അച്ഛന്, അമ്മ, മക്കള്, ഭർത്താവ്, കുട്ടികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ശാശ്വതമായിട്ടുള്ള ഒന്നുമില്ല നമ്മുടെ ഈ ലോകത്ത്. നമുക്ക് ശാശ്വതമായിട്ടുള്ള എല്ലാം എന്തിട്ടാണ്, എല്ലാം നമ്മള് ഒരു ഭാര്യയും ഭർത്താവായാലും ഭർത്താവ് ഭാര്യയെ നോക്കും, ഭാര്യ ഭർത്താവിനെ നോക്കും എന്നൊക്കെ നമ്മൾ പറയണമെങ്കിലും പക്ഷെ അതൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ലല്ലോ. നമുക്കൊരു അഭയമാണെന്ന് പറയാൻ പറ്റൂല അത്. അതുപോലെ ഇപ്പൊ കുട്ടികളായി നമ്മുടെ അച്ഛനമ്മമാര് മക്കളെയൊക്കെ വളർത്തി വലുതാക്കും കാര്യമൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിയുമ്പോഴേക്കും അവരവരുടെ ലെവൽ അതിലെ കാര്യങ്ങൾ നോക്കി അവര് പോകും. നമ്മൾക്കും മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ ഭർത്താവുണ്ടെന്നോ ഒന്നും കരുതി നമുക്കും ജീവിക്കാൻ പറ്റൂല. അപ്പൊ നമ്മള് എന്താ വേണ്ടെന്ന് വെച്ചാല് അതെല്ലാം നമുക്കിപ്പോ കൃഷ്ണാബോധത്തിൽ വന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനാണെങ്കിൽ നമുക്ക് എന്താ നമ്മളെ കൈവിടൂല അല്ലെ. നമ്മള് ഒരു പടി ഭഗവാനിലേക്ക് വയ്ക്കുമ്പോൾ ഭഗവാൻ 10 അടി നമ്മളിലേക്ക് വയ്ക്കും എന്നാ പറയണത്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ് ഭഗവാൻ, ഒരു കവചമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. നമ്മള് ഭഗവാനെ തന്നെ സേവിച്ചുകൊണ്ടിരുന്ന എല്ലാ സമയവും നമ്മൾ ഭഗവാനെ തന്നെ ഹരേ കൃഷ്ണ എന്നുള്ള ആ ഒരു ബോധത്തോടെ നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്തതുപോലെ. അപ്പൊ നമുക്ക് ശാശ്വതമായിട്ടുള്ള എന്താണ്, ഭഗവാനായിട്ടുള്ള ബന്ധം മാത്രമാണ്. വേറെ നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു ജീവജാലങ്ങളോട് നമുക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യം പറ്റില്ല. ഭഗവാനായിട്ടുണ്ട് അതൊന്നും ശാശ്വതവുമല്ലെന്നാണ്. ഭഗവാനായിട്ടുള്ള ബന്ധം മാത്രമേ ശാശ്വത, വേറെ ഒരു ബന്ധവും ഇവിടെ സ്ഥിരമല്ലെന്ന് പറയെല്ലാം അസ്ഥിരമാണ് അല്ലെ. അപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവാനെ മാത്രം ആശ്രയിക്കുക. അതിന് നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് വേണ്ടെന്നാണ് ഭക്തി വേണം. ആ ഭക്തിയിൽ കൂടി നമ്മൾ ഭഗവത് സേവ ചെയ്ത് ഭഗവാനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം പൂർത്തിയാക്കുക. എന്നിട്ട് ലോകത്തിലേക്ക് പോവുക. അല്ല നമുക്ക് വേറെ ഒന്നിനെ ആശ്രയിക്കേണ്ടി വരില്ല. ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നാ പറയണം. ഇനി ചർച്ച പറയും, ആളുകൾ ഓരോരുത്തർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. ഈ നൈഷ്കർമ്മ്യം അല്ലെന്ന് പറയുന്നത് എന്താണ്? നൈഷ്കർമ്മ്യം, കൃഷ്ണാബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ലാന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് കർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കലല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഇതിൽ വന്നാൽ ഭക്തിയിൽ വന്നാൽ ഒന്നും ചെയ്യണ്ടെന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യാന്നുള്ളതേ ഉള്ളായിരിക്കും. കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവനവന്റെ കർത്തവ്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് നൈഷമ്യ ജീവിതം എന്ന് പറയുന്നത്. ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ മറന്നെല്ലാം മറ്റു കാര്യങ്ങളിലും മാത്രം ഇടപെട്ടാല് അതാണ് കർത്തവ്യങ്ങൾ നടത്തിയിരിക്കണം. പക്ഷെ അത് ഭഗവാനെ മുൻനിർത്തി ഭഗവാന്റെ സേവനത്തിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മങ്ങൾ. നമ്മള് ആ കർമ്മം നമ്മൾ ഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മമാണ്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, ഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ഭഗവത് സേവയല്ല. ഭഗവത് സേവയുടെ കർമ്മം എന്ന് പറയുമ്പോൾ ഫലം ആഗ്രഹിക്കാതെ ഭഗവാനെ മുൻനിർത്തി ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്ന സേവനങ്ങൾ. ആ സേവനങ്ങൾക്കാണ് കൃഷ്ണാവബോധത്തോടെ ചെയ്യാനുള്ള, കൃഷ്ണാവബോധത്തോട് അടുപ്പിക്കാൻ ചെയ്യുന്ന കർമ്മങ്ങളും അത് തന്നെയാണ്. ഭഗവാനെ മുൻനിർത്തിയുള്ള സേവനങ്ങളും ഭഗവാന് അതിന് നമ്മൾ നിഷ്കാമകർമ്മം എന്ന് പറയണം. ഫലേച്ഛ കൂടാണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് നമ്മൾ നിഷ്കാമകർമ്മം എന്ന് പറയും. അതായത് ഭഗവത് സേവനത്തിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ ഈ നൈഷ്കർമ്യമല്ലെന്നു അതുകൊണ്ടാണ് ആ ഭഗവാന് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് നൈഷ്കർമ്യമല്ലെന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കി, എനിക്ക് അങ്ങനെ തോന്നിയത് അത് വായിച്ചപ്പോഴേക്കും. നൈഷ്കർമ്മ്യം അവരത് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും. അതായത് കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കലല്ലാന്ന്. നൈഷ്കർമ്മ്യം നമ്മള് കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കലല്ലാന്ന്. നമ്മള് കർമ്മം ചെയ്യണം. പക്ഷെ കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടി, ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഫലം ഉണ്ടാവില്ല. നമ്മൾ നിഷ്കാമകർമ്മമായി. അപ്പൊ നമ്മൾ ഈ ഫലം അനുഭവിക്കാൻ വേണ്ടി പിന്നെ വരേണ്ടി വരില്ല. ഭഗവാനിലാണ് കർമ്മം ചെയ്യുകയും വേണം. അത് ഭഗവാന് സമർപ്പിച്ച് ചെയ്യാന്നുള്ളതാണ്.
ഒരു ശരിക്കുള്ള കൃഷ്ണ ഭക്തര് ഭൗതികമായ കാര്യങ്ങളിൽ നിയന്ത്രണം ശരിക്കും ഉണ്ടാവും. അവർക്ക് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ തനിയെ അവർക്ക് അറിഞ്ഞു കൊടുക്കും. സുധാമ ഇപ്പൊ ഭഗവാൻ ചോദിച്ചിട്ട് ഇല്ല, തനിയെ ഭഗവാൻ എല്ലാം കൊടുക്കും. അപ്പോ ആ ശരിക്കുള്ള ഒരു ഭക്തര് മോക്ഷം പോലും ആഗ്രഹിക്കില്ല എന്നാണ് പറയുക. അവർക്ക് ഭഗവാന്റെ സേവനം മാത്രം മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ശരിയായ ഭക്തന് മാത്രമേ ആത്മസംയമനം സാധിക്കൂ. അങ്ങനെ ആ ഒരു ചെറിയ ചെറിയ നൈമിഷികമായ കാര്യങ്ങൾക്ക് ആ ഭക്തൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു ഭക്തന് പുണ്യം വേണ്ട പാപവും വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും പാടില്ല. പുണ്യം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കണം, പാപം ചെയ്തു കഴിഞ്ഞാൽ പാപം തീരാൻ വേണ്ടി ജനിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തൻ പുണ്യവും പാപവും ഒന്നും വേണ്ടെന്നാ പറയണത്. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞത്, അതാണ് നിഷ്കാമ കർമ്മം. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഭഗവത്ധാമത്തിലേക്ക് എത്താം എന്നുള്ളതാണ് പറയണത്. പ്രഭു ഇനി പറയാൻ പറ്റൂല, പ്രഭുവിന് തൊണ്ട പാടില്ലാത്തോണ്ട് ഇപ്പൊ പറയാൻ പറ്റൂല അല്ലേ, അടുത്ത ആഴ്ച പറയാം. അത് മതി. അടുത്ത ശ്ലോകം അതിനകത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. ആദ്യം പറഞ്ഞു. അതെ മാതാജി, അങ്ങനെ പറയും. നമുക്കപ്പോ വേഗം കാര്യങ്ങൾ ചോദിക്കാം. അടുത്ത ശ്ലോകം വായിക്കട്ടെ, എന്നാലും ആർക്കൊന്നും. അടുത്തത് വായിക്കാം. ശ്ലോകം 19 വായിക്കാം. ഇതിനകത്ത് വരാനുള്ളവരുടെ അസുഖം ഭേദമായതിനു ശേഷം പിന്നെ പ്രഭുജി വന്നൊരു ക്രോഡീകരണം നടത്തട്ടെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രഭുജി പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാവരും ഇപ്പൊ സംശയങ്ങളുള്ളതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ശ്ലോകം 19. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാത്തൊരു വായിക്കൂട്ടോ. ഹരേ കൃഷ്ണ. തസ്മാദോനസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഹരേ കൃഷ്ണ. മാതാജി തസ്മാൽ സക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കണ്ടോ ഇനി ആരെങ്കിലും? തീർന്ന ലാസ്റ്റ് ശ്ലോകമാണ്, ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചു. ഗീതാ മാതാജിക്ക് വായിക്കണ്ടേ? വേറെ ആരും എനിക്ക് കാണാനും പറ്റണില്ല. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഹരേ കൃഷ്ണ. വേർഡ് ബൈ വേർഡ് മീനിങ് പറയാം. തസ്മാത് അതുകൊണ്ട്, അസക്ത അനാസക്തനായിട്ട്, സതതം സർവദാ സതതം സർവദാ കാര്യം കാര്യമായ കർമ്മ കർമ്മത്തെ സമാചര സമാചരിക്കുക നിറവേറ്റുക. ഹി എന്തെന്നാൽ അസക്ത അനാസക്തനായി കർമ്മ കർമ്മത്തെ ആചരൻ ആചരിക്കുന്ന പുരുഷ പുരുഷൻ പരം പരത്തെ പരമപദത്തെ ആപ്നോതി പ്രാപിക്കുന്നു. ഭാവാർത്ഥ വിവർത്തനം ശിലാപ്രഭുപാദ് കി ജയ്. വിവർത്തനം. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കാത്ത ആൾക്കാർ വായിക്കും. എല്ലാവരും കാണാൻ പറ്റുന്നില്ല, അപ്പൊ ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കും. ഞാൻ വായിക്കാം. പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവക്തിഗതവാദികൾക്ക് മുക്തിയുമത്രേ. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേക്ഷ എന്നെ കൃഷ്ണന് വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിന്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യം അനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനന് യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ഒരു നല്ല മനുഷ്യനോ അഹിംസാ നിരതനോ ആകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മവും. ഭഗവാൻ ശ്രീകൃഷ്ണന് ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാൻ ഉതകുന്നവയാണ് വിധോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം. കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അതീതമായ ഒന്നാകുന്നു. കൃഷ്ണാവബോധം നേടിയവൻ ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താല്പര്യമില്ല.
പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ച് പോലെ തന്നെ ഇതിൽ പറയണെന്ന് വെച്ചാല് അങ്ങനെ നമുക്ക് ഒരു കൃഷ്ണന്റെ ഒരു അവബോധം കിട്ടിക്കഴിഞ്ഞാൽ മുക്താത്മാവായി കഴിഞ്ഞാല് കർമ്മഫലാംശം കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കടമ എന്ന നിലയ്ക്ക് നമ്മൾ കർത്തവ്യം നിറവേറ്റണം. അത് നമ്മളിപ്പോ ഒരു ഭക്തി ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ നിഷ്കാമകർമ്മം അത് നമ്മളുടെ കടമയാണ്. നമ്മൾ ദാസനും ഭഗവാൻ നമ്മുടെ യജമാനനുമാണെന്ന് കരുതിക്കൊണ്ട് വേണം നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ എന്നുള്ള പറയണം. അതാണ് അതില് കർമ്മഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് നമ്മളുടെ കടമയാണെന്ന് കരുതണം. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്താനോ അല്ല നമ്മുടെ കാര്യസാധ്യത്തിനോ വേണ്ടി നമ്മൾ ഒരു കർമ്മവും ചെയ്യരുതെന്ന് പറഞ്ഞു. അതപ്പോ എന്താ നിഷ്കാമ കർമ്മ ആകൂല. കാരണം ഭഗവാനെ നമ്മൾ സേവിക്കണമെങ്കിൽ കൃഷ്ണാബോധം ഉള്ള ഒരാള് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ്, ഇതെനിക്ക് എന്താ പറയുക ഭഗവാന്റെ ഔദാര്യമാണ് നമ്മളുടെ ജീവിതം അല്ലെ. ഇതെല്ലാം നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകമെല്ലാം ഭഗവാൻ നമുക്കായിട്ട് അനുഭവിക്കാൻ വേണ്ടി തന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട? നമ്മുടെ യജമാനൻ ഭഗവാനാണെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ അത് നിഷ്കാമകർമ്മ പ്രവർത്തനം എഴുതേണ്ടത്. നിഷ്കാമകർമ്മ പ്രവർത്തനം ഭക്തനെ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മളെ ഭഗവാന്റെ പരമപദത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതായത് ഭഗവദ്ധാമത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്. നിഷ്കാമ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ഫലകാംക്ഷ കൂടാണ്ട് നമ്മുടെ സ്വന്തം കടമയാണെന്ന് കരുതി ചെയ്യണം. അതിലൊരു എന്താ പറയണ്ട ഒരു ആസക്തി പാടില്ല. നമുക്ക് ഇന്നത് കാര്യം നടന്നാൽ അങ്ങനെ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താം എന്നുള്ളതാണ് പറയണത്. ഇപ്പോ പരമപദം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഭക്തന്മാർക്ക് നമ്മളെ പോലെവർക്ക് ഭഗവാനും അല്ലാത്തവർക്ക് മുക്തി വന്നവർക്ക് മുക്തി മതി എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഗോലോകത്തിലേക്ക് പോകണ്ട, അതിനടുത്തവരെ പോയാൽ മതി അവർക്ക്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കൃഷ്ണാബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛനെ കൃഷ്ണന് വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് തീർച്ചയായും ജീവിതത്തിന്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് നിഷ്കാമകർമ്മങ്ങൾ. ഇപ്പൊ കുരുക്ഷേത്രത്തിൽ തന്നെ നമുക്കിപ്പോ ഒരു വ്യക്തിക്ക് എന്ത് വേണം എന്ത് വേണ്ടെന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ട് നമുക്ക് അല്ലെ. പക്ഷെ നമ്മള് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റൂല അവിടെ. അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് ശരിയേതാണ് തെറ്റാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ അർജുനന് നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ അപ്പൊ അർജുനന്റെ ഇഷ്ടം എന്തായിരുന്നു? എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂല, എന്റെ വേണ്ടപ്പെട്ടവരും ഗുരുക്കന്മാരും ഒക്കെയാണ് ഇവിടെ നിൽക്കണം, എനിക്കൊന്നും വേണ്ട, കാരണം ഞാനൊന്നും ആഗ്രഹിക്കാം, ഞാൻ എന്താ മുക്താത്മാവാണ് ശരിക്കും. കാരണം വെച്ചാൽ അർജുനൊരു ആഗ്രഹമില്ല രാജ്യം വേണമെന്നോ അവരെ കൊല്ലണമെന്നോ യുദ്ധം ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹമില്ല അല്ലെ. സ്വർഗരാജ്യത്ത് പോകണമെന്നോ ഒന്നുമില്ല. അർജുന്റെ കടമ ചെയ്ത് അങ്ങനെ ഒരു മുക്താത്മാവാണ് ശരിക്കും പറയാൻ. ഒരു ഭക്തനാണ്, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആമ്പും വില്ലും ഒക്കെ അവിടെ ഇട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. ശരിക്കും അർജുന അത് ആഗ്രഹിക്കാം, കാരണം വ്യക്തിപരമാണത്. പക്ഷേ ഭഗവാന്റെ താല്പര്യം എന്തായിരുന്നു? യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് അർജുനൻ അങ്ങനെ ഉപദേശം കിട്ടിക്കഴിഞ്ഞ് സംശയങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പൊ ആ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അങ്ങോട്ട് മാറ്റിവെച്ചു. പക്ഷെ അങ്ങനെ യുദ്ധം ചെയ്തതുകൊണ്ട് അർജുനൻ ഒരു എന്താ പറയാ അഹിംസ ചെയ്തു എന്നോ അല്ലെങ്കിൽ ചീത്ത മനുഷ്യനാണെന്നുള്ളതൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഭഗവത് പ്രീതിക്ക് ആയിക്കൊണ്ടാണ് അർജുന ചെയ്തത്. അർജുന ചെയ്തില്ലെങ്കിലും ഭഗവാൻ അത് ഓൾറെഡി ചെയ്തിരിക്കുകയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട് അല്ലെ. അപ്പൊ അർജുന ഒരു മീഡിയേറ്റർ മാത്രമാണെന്നുള്ള അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഭഗവത് പ്രീതിക്കായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ഫലകാംക്ഷ കൂടാതെ. അപ്പൊ അർജുന പ്രത്യേകിച്ച് അതില് ഭഗവാന്റെ ഇഷ്ടം മാത്രമേ നോക്കിയുള്ളൂ. അല്ല പ്രത്യേകിച്ച് അതിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടം ഉണ്ടാകും, എനിക്കല്ല രാജ്യം കിട്ടുമോ അല്ലെ സ്വത്ത് കിട്ടുമോ അങ്ങനെയൊന്നും അർജുനൻ ചിന്തിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അത് നിഷ്കാമകർമ്മമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയണം. അപ്പൊ ഭഗവാന് അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. അതായത് ധർമ്മം നിലനിർത്താൻ ഭഗവാൻ അവതരിക്കുന്നതിന് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവര് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ഭഗവാൻ അതിനു വേണ്ടിയിട്ട് അവരോട് പല പ്രാവശ്യം പോയി ശ്രമിച്ചു, അവരൊന്നിനും തയ്യാറായില്ല. പിന്നെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യുദ്ധമേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഭഗവാൻ അർജുനോട് യുദ്ധം ചെയ്യാൻ പറയണം. ശരിക്കും എന്താ പറയാ യുധിഷ്ഠിരനും ദുര്യോധനും കൂടിയാണ് യുദ്ധ രാജാക്കന്മാരല്ലേ. അർജുനനും കൃഷ്ണനും ഒക്കെ അവരെ സഹായിക്കാൻ പോയ ആൾക്കാരാണ് അല്ലെ. അപ്പൊ അതില് ഭീമനും അർജുനനുമാണ് ശരിക്കും യുദ്ധം ചെയ്യാനായിട്ട് കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാര്. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുന തേരാളിയായിട്ട് പോകുന്നത്. അവർക്ക് ദുര്യോധന നാരായണ സേനയും മറ്റുള്ള കഴിവുകളെല്ലാം കുറെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇവര് അർജുനൻ പറയുന്നത് എനിക്ക് ഭഗവാൻ മാത്രം മതി എന്നാണ്. അപ്പൊ ഭഗവാൻ ഉള്ളിടത്താണ് വിജയം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ഒന്നും നോക്കിയില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം താനിയേ വന്നോളൂ. നമുക്ക് ശരിയായ മാർഗം കാണിച്ചു തരാനും സൽബുദ്ധി ഉണ്ടാവാൻ ശരിയായ തെറ്റാതെ വേർതിരിച്ചറിയാനും ഒക്കെ
നമുക്ക് ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ മതി. വേറെ ഒന്നും വേണ്ട, നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ഭക്തി കൊണ്ട് പ്രേമപൂർവ്വം ഭഗവാനെ നമ്മൾ ഭജിച്ച് ദുഷ്കർമ്മങ്ങളിൽ നിന്നെല്ലാം നീക്കി തന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ ശുദ്ധീകരിച്ച് നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരായ മാർഗം കട്ടിത്തരും. എല്ലാവരും അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കാം നമുക്ക്. പിന്നെന്താണ്, ഇപ്പൊ ഇതിൽ യജ്ഞങ്ങൾ ചെയ്താലും എല്ലാം ചടങ്ങുകൾ, വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളും ഒക്കെ എന്താ പറയണ, പാപ പുണ്യകർമ്മങ്ങളുടെ പ്രതികരണങ്ങളാണെന്ന് പറയുന്നത്, അതിന് അധീനമാണെന്നാ പറയണതൊക്കെ യജ്ഞങ്ങളായാലും എന്തായാലും. അപ്പൊ ഈ പുണ്യങ്ങളും പാപം ഇല്ലാണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് ഒന്നുമില്ലാതെ ഒരു ഫലവും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുക, അതാണ് പറയണത്. അപ്പൊ യജ്ഞം ചെയ്താലും എന്ത് ചെയ്താലും ഒരു കാര്യമില്ല, നമുക്ക് വേണ്ടെന്നാണ് ഭക്തി, പ്രേമപൂർവ്വമുള്ള ഭക്തി മതി നമുക്കെന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ നേടിക്കാൻ നമ്മൾ ഭഗവാനെ മാത്രം ചിന്ത ഉണ്ടാവുള്ളൂ. വേറെ ഒന്നിലും ഫലത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. എല്ലാ പ്രവൃത്തിയിലും ഒരു അനാസക്തി ആയിരിക്കും നമുക്ക്, അത്രേ പറയുള്ളൂ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്നാണ് ഇപ്പൊ എന്ന് വെച്ചാല്, നമ്മള് ഭഗവാന്റെ ആ ഗൈഡൻസിൽ ഭഗവാൻ നമുക്ക് കുറച്ച് 3 യമനിയമങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റാത്തതൊക്കെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം പോവാൻ. പിന്നെ എന്താണ്, നമ്മളിപ്പോ ഒരു ഭക്തി ഇങ്ങനെ ഉണ്ടായി വന്നാലും നമ്മളിപ്പോ കുറച്ച് നാളെ സത്സംഗത്തിനൊന്നും പോയില്ല, അല്ലെങ്കിൽ കീർത്തന ശ്രവണം നമുക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഭക്തി അവിടെ മുറിഞ്ഞു പോകില്ല. കാരണം വെച്ചാൽ നമ്മള് ബദ്ധാത്മാക്കളാണ്, എല്ലാം നമുക്ക് എന്താ പറയുക, മായയിൽ കുടുങ്ങി കിടക്കണം നമ്മള്. അപ്പൊ നമ്മൾക്ക് ആ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇതില് സത്സംഗത്തിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ തുടരാൻ പറ്റില്ല, ഭഗവാന്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല, കൃഷ്ണാബോധം കിട്ടൂല, മുക്താത്മാവോ ആകൂല, ഒന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ എന്ത് വേണം, നമ്മളെപ്പോഴും സത്സംഗത്തിലൊക്കെ വന്ന് കീർത്തനം, ശ്രവണം, സ്മരണം ഒക്കെ ചെയ്തിട്ട് ഭഗവാനെ എപ്പോഴും ഓർമ്മിക്കാനായിട്ടും സേവ ചെയ്യാനായിട്ടുള്ള ആ സത്കർമ്മങ്ങളിൽ എപ്പോഴും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ സേവ ചെയ്തു ഒക്കെ ഒരു സേവയാണല്ലോ. ഇപ്പൊ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ യജ്ഞമാണെന്ന് ഭഗവാൻ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഗീത തന്നെ ഈ ഭഗവത്ഗീത പഠിക്കുക തന്നെ നമുക്കൊരു വലിയ യജ്ഞമാണ്. അത് മനസ്സിലാക്കിയിട്ട് അതറിഞ്ഞ് ജീവിക്കുകയും വേണം നമ്മള്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഉപദേശം തന്നെ, അർജുനനെ മനസ്സിലാക്കാൻ വേണ്ടിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ നാമജപമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അല്ല നമുക്ക് യജ്ഞോ മറ്റുള്ള ഹോമങ്ങളോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, ആ ഹരിനാമജപം, കലികാലത്തിലെ ഹരിനാമജപമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു അല്ലെ, അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഔദാര്യം, ഒരു ദാനമാണ് നമുക്ക് അതല്ലേ. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കി നമ്മളിപ്പോ എന്താ ചെയ്യേണ്ട, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ആ ചൊല്ലി നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നോക്കുക. നമുക്കപ്പോ കുറെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോകും എന്ന് പറയണം. നമ്മള് ഹരേ കൃഷ്ണ ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്ന പറയണം. പോയി നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധി വരും എന്ന് പറയണം, മാലിന്യങ്ങളെല്ലാം പോയിട്ട്. അപ്പൊ നമ്മള് എപ്പോഴും ഭഗവാനെ വിചാരിച്ച്, ഭഗവാനെ സ്മരിച്ച് നാമജപമൊക്കെ ചെയ്ത് നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമ്മളത് ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ ശുദ്ധാക്കി നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് നമുക്ക് ഭഗവത് ലോകത്തിലേക്ക് പോകാം. നമുക്ക് അവിടെ ചിലർക്കും കാണാം. ഹരേ കൃഷ്ണ, ഇനി എല്ലാവരും ചർച്ച ചെയ്തോ? അത്ര എനിക്ക് അറിയൂ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മള് കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമുക്കിതൊന്നും അറിയാത്ത കൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കാണും. മാനസികമായോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. ആ തെറ്റുകളെല്ലാം ഈ കൃഷ്ണാവബോധത്തിൽ വെച്ച് വന്നു കഴിയുമ്പോൾ അത് ഭസ്മീകരിച്ച് ഭഗവാൻ ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. ആ പാപങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. എന്ന് മുതൽ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരുന്നു, അന്ന് മുതൽ നമ്മുടെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഭസ്മീകരിച്ചു പോകും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതെ, നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടിപടിയായിട്ട് ഭക്തിയിലേക്ക് വരും. നമ്മൾ നാമജപം ചെയ്ത് വരുമ്പോ നമ്മുടെ മനസ്സ് ശുദ്ധായി നമ്മൾ പടിപടിയായിട്ട് സ്ലോലി നമ്മള് എന്തായിട്ട് ഭഗവാന്റെ അടുത്തെത്തിയില്ലെങ്കിലും അടുത്ത ജന്മം ഒരു പുണ്യാത്മാവായിട്ടെങ്കിലും നമുക്ക് ജനിക്കാൻ പറ്റും ചിലപ്പോ. ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ പറ്റി കുറ്റം പറയുന്നതും തെറ്റല്ലേ. അത് നമ്മൾ പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിനകത്ത് എന്തെല്ലാം പറയുന്നു അതും തെറ്റ്. പിന്നെ നമ്മൾ കൈകൊണ്ട് പ്രവർത്തിച്ച അതും തെറ്റ്. അങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഭഗവാൻ ക്ഷമിക്കുമെന്നാ പറയുന്നത്. പക്ഷെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ വരണം. ഭഗവാനെ ശരണാഗതി പ്രാപിക്കണം, അപ്പോഴേ ക്ഷമിക്കുള്ളൂ ഭഗവാൻ. നമ്മളിപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളിപ്പോ ജപിച്ച് നമ്മൾ പറയും, അയ്യോ വേണ്ട, അതാ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഭഗവാൻ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞ് നമ്മളൊരു ജീവാത്മാവായ നമ്മള് ഇന്ദ്രിയങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വന്നാലും
നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഇല്ല, ഇപ്പോഴും എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കാം, അയ്യോ അത് പാടില്ല എന്ന് ഉടനെ നമ്മുടെ മനസ്സ് വിലക്കും. ഇപ്പോഴും നമ്മൾ 100% ഒന്നും കറക്റ്റ് അല്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും ചിന്തിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അല്ല, അന്നേരം 100% നമ്മുടെ മനസ്സ് പോയിട്ട് 10% വിലക്കും. പോലും മനസ്സ് ആയിട്ടില്ല മാതാജി. വിലക്കും. നമ്മളൊക്കെ 100% പോലും ആയിട്ടുണ്ടാവില്ല നമ്മളൊന്നും. 100 50 ആയിട്ടില്ല. നമ്മൾ അതെ, വിലക്കും. നമ്മുടെ 1% മനസ്സ് പോലും ഇല്ല. അതെ, എന്തായാലും ഒരു എന്തെങ്കിലും ഉണ്ടാവും 1% മനസ്സിലോ നമ്മുടെ പോലും മനസ്സിലോ. അതിന്റെ വാതിക്കൽ എത്തിയിട്ടില്ല. കൈകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, എന്നാലും മനസ്സിലെങ്കിലും കാണും. അല്ലെ അതെ, എന്തെങ്കിലും അറിയാതെ കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരും. കുറെ ഭയം ദേഷ്യം കൺട്രോൾ ചെയ്യാനും, നമുക്കിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരോട് വെറുപ്പ് തോന്നാതിരിക്കാനും, അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ചിലപ്പോൾ സങ്കടം വരും. അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വേണ്ടാത്തതിലൊന്നും ഇടപെടാൻ പോവില്ല. അതെ, തെറ്റാണെന്ന് അറിയാം. നമ്മൾ ആവശ്യമില്ലാത്തതിനൊന്നും പോവില്ല. അങ്ങനെയൊക്കെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് മാറി മാറി വരാൻ പറ്റും. നമ്മൾ കുറേശ്ശെ ആയിട്ട് മാറി വരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മുടേതായാലും നമ്മുടെ ആത്മാവ് ബദ്ധാത്മാവെന്ന് അങ്ങനെ എന്താ പറയാ ഭൗതിക സുഖങ്ങൾ താല്പര്യപ്പെടുന്ന വ്യക്തി. അപ്പൊ നമ്മള് അങ്ങനെയാണെങ്കിലും നമ്മള് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. നമ്മൾ പുറമെ അല്ലെങ്കിലും ആന്തരികമായിട്ട് നമ്മള് ആൾക്കാരായിരിക്കും പറയണം. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഭഗവാൻ നമുക്ക് ആ ദിവ്യ ബുദ്ധി നമുക്ക് തരുന്നതാണ്. അപ്പൊ ആ ഒരു മനസ്സമാധാനം നമുക്ക് തരും. ആ മനസ്സമാധാനത്തിൽ നിന്നാണ് നമുക്കൊരു ആ സുഖം കിട്ടും. അപ്പൊ അംബരീഷ മഹാരാജാവിന്റെ ആ ഒരു പ്രാർത്ഥനയില്ലേ, എന്താണ്, എന്റെ ഓരോരോ ഇന്ദ്രിയങ്ങളും ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഭഗവാൻ എനിക്ക് വേണ്ടി ദയ കാണിക്കണം. അതായത് എന്റെ വാക്കുകളും കൈകളും, അതായത് കർണങ്ങളും എല്ലാം ഭഗവാനെ വേണ്ടിയിട്ടുള്ള ആ ഒരു സേവനത്തിന് വേണ്ടി എനിക്ക് ഉപകരിക്കണം. അതുപോലെ നമുക്കും അത്രയ്ക്കൊന്നും ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഭഗവാന് വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന ഇത് സേവനമാണ്. നമ്മളിപ്പോ ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും കീർത്തനങ്ങൾ ചെയ്യുന്നതും ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. ഭഗവാന്റെ കാര്യങ്ങൾ പ്രീച്ച് ചെയ്യുന്നതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഭഗവാന് എല്ലാം എന്താ പറയുക, നമ്മള് ഉള്ളപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നാ പറയണേ. കഥകൾ പറയുന്നിടത്തും ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്നിടത്തൊക്കെ ഭഗവാൻ ഉണ്ടാവും. ഭഗവാന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ പ്രഭു? ഞാൻ പ്രഭു അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ ബാക്കി. ഹരേ കൃഷ്ണ മാതാജി. അതെ, മാതാജി പറഞ്ഞത് ശരിയാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പൊ എന്ത് ചെയ്തു? മായ വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ ശബ്ദം അങ്ങ് അടപ്പിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ പ്രസംഗിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ശബ്ദം അങ്ങ് എടുത്തു. കാര്യം ഒരു സത്സംഗം പോലും ഞാൻ നിങ്ങൾക്കൊരു റെസ്റ്റ് പോലും തരാതെ ഇരിക്കുന്ന അപ്പോഴത്തേനും അങ്ങനെ വിചാരിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ എന്നേക്ക് ഒരു റെസ്റ്റ് എടുത്തോളാൻ ഞാനോട് വിചാരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ ശബ്ദം അടപ്പിച്ച് കളഞ്ഞു. കുറച്ച് തുറന്നു വന്നാണ് ഞാൻ ഭാഗവതം എടുത്ത് എൻ്റെ അന്ന് രാത്രി വീണ്ടും അടച്ചു. പൂർണ്ണമായിട്ടും അടച്ചു. പിന്നെ ഇപ്പൊ ശകലിച്ച് തുറന്നു. ശബ്ദം നല്ലപോലെ ഭഗവാൻ നല്ല തേനായിട്ട് മധുരമായിട്ട് തന്നെ വരട്ടെ. ഞങ്ങൾക്ക് ആ കഥകളൊക്കെ കേൾക്കാൻ ഭഗവാൻ അനുവദിക്കട്ടെ. ഭഗവാൻ ഹരേ കൃഷ്ണ. അതെ, പ്രഭുവിനെ പറഞ്ഞില്ലേ, ഞങ്ങളെ പരീക്ഷിച്ചതാണ്. പ്രഭുജി അല്ല, ഞങ്ങളെ പരീക്ഷിച്ചതാണ്. ഭഗവാൻ ഞങ്ങളെ പരീക്ഷിച്ചു. ഞാൻ ഒരു ക്ലാസ് കാരണം മുടക്കുന്നതല്ലാന്ന് ഞാൻ പിന്നെ അഹങ്കരിച്ചിരുന്നു. ഒരു ക്ലാസ് പോലും ഞാൻ മുടക്കില്ല എന്ന് പറഞ്ഞപ്പോ കാര്യം മായക്ക് അവിടെ അത് അഹങ്കാരമല്ല പ്രഭു, അത് പ്രഭുവിന്റെ ആഗ്രഹമല്ല. അതിന് അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല. പ്രഭു ഭഗവാന്റെ സേവനം ചെയ്യില്ലേ? പറയൂ. സമർപ്പണമാണ്, ഭഗവാനോടുള്ള സമർപ്പണം. അഹങ്കാരം നമ്മള് ഭൗതികമായിട്ട് എന്തെങ്കിലും ചെയ്യണതിന് അങ്ങനെയല്ലേ നമ്മള് അഹങ്കാരമായിട്ട് പറയുന്നത്. പ്രഭു ഭഗവാൻ പറയണ എന്താ? ഭഗവാൻ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം ഭഗവാന്റെയാണ്. പക്ഷെ ഭഗവാൻ ഒന്നിലും ഇല്ല. അതുകൊണ്ട് തൊണ്ടവേദന ഒന്നിലും ഭഗവാന് പങ്കില്ല. തീർച്ചയായിട്ടും ഭഗവാൻ ഒന്നിലും ഇല്ല. തൊണ്ടവേദന നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടാണത്. ഓൺലി ഫിസിക്കലി, മെന്റലി അല്ലല്ലോ. പിന്നെ പ്രഭുവിനെ ഭഗവാൻ തന്നല്ലത്. അപ്പൊ എൻ്റെ അമ്മയാണ് എന്നെ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു. നീ കുറച്ച് കൂടുതൽ ജപിക്ക്, കൂടുതൽ പ്രാർത്ഥിക്ക്, അങ്ങനെയാണ് നിനക്ക് വഴക്ക് പറഞ്ഞു. നിന്റെ ഇതെല്ലാം കൂടെ കൂടുതൽ, നിനക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് എനിക്കറിയാം ഭഗവാൻ ഇതിലൊന്നും പങ്കില്ല. ഭഗവാൻ പറയണ്ടല്ലോ എല്ലാം ഭഗവാന്റേതാണെങ്കിലും ഭഗവാൻ ഒന്നിലും പങ്കില്ല. ഞാൻ ഒന്നിലും പറയരുത്, അങ്ങനെ പറയരുത് ഇല്ല പ്രഭു, ഭഗവാൻ പ്രഭുവിന് കുറച്ച് റെസ്റ്റ് തന്നതാ. കുറച്ച് നീ സംസാരിക്കേണ്ട കുറച്ച് എന്നിട്ട് പിന്നെ പൂർവാധിക ശക്തിയോട് കൂടി നമുക്ക് തുടങ്ങാണ്.
തന്നെ അതുകൊണ്ട് വിഷമിച്ചേ വേണ്ട, പെട്ടെന്ന് ശരിയാവും പ്രഭു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമുണ്ട്. ഹരേ ഭഗവാൻ ഇല്ലേ നമ്മളെ കൂടെ ഏത് സമയത്തും. പിന്നെ കൃഷ്ണ. അത് എന്തിനും കാരണം പേടിക്കുക, എല്ലാം ഭഗവാന്റെ പാദത്തിലായിട്ട് സമർപ്പിക്കുക. ഒക്കെ ഭഗവാൻ എന്താച്ചാ ഭഗവാൻ തരട്ടെ, അത്രയേ ഉള്ളൂ. അത് കാരണം നിങ്ങളൊക്കെ ക്ലാസ് ആദിഭൗതികം എടുക്കുന്ന ചർച്ച ചെയ്യുന്നത് ആദിദൈവികം അത് കാരണം ഭഗവാൻ വളരെ പുറകെ നീപ്പുണ്ടല്ലോ പ്രഭു, പുറകെ നീപ്പുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അതെ 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 തൊട്ട് പുറകെ നീപ്പുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. അതെ ഒന്നും വിഷമിക്കേണ്ട, ഇപ്പൊ നല്ല മധുരമായിട്ട് തന്നെ വരട്ടെ അതെ. ഇപ്പോഴാണ് ഭഗവാനെ. എനിക്ക് ഇനിയൊരു കൂട്ടാൻ എടുത്തിട്ടു സന്തോഷമായത് കോഴിക്കോട് എന്താണെന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് കേട്ട് ആനന്ദിക്കാൻ പറ്റി. സാധാരണ ഞാനിവിടെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, ചിലർ മാത്രം വീഡിയോ ഓൺ ചെയ്തുണ്ട്, 1-2 പേര്, ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. ഇപ്പം ഇന്ന് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ടായി. സതി മാതാജി എടുക്കുകയും അതുപോലെ നിങ്ങളെല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്, അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ ഒരു വൺ മാൻ ഷോ പോലെ ഒരാൾ ഒന്ന് എന്തെങ്കിലും പറയുക, ബാക്കിയുള്ളവർ അങ്ങനെ വെറുതെ ഈ എന്താ പറയുന്നത് ഇരുട്ടത്തിരിക്കുക എന്നിട്ട് പിന്നെ അങ്ങ് പോവുക, അതിലൊക്കെ ഉപരിയായിട്ട് എന്ന് എനിക്ക് നിങ്ങളെല്ലാവരും കൂടി കൂടി ചർച്ച ചെയ്താണ്. അപ്പം അതിലും ഭയങ്കര സന്തോഷമായി. അപ്പം എങ്ങനെയാണ് വേണ്ടത്? അപ്പം ഭഗവാൻ അതുകൊണ്ട് ഒരു ചാൻസ് തന്നായിരിക്കും നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡിസ്കഷന്. അപ്പം ഇന്നത്തെ ഈ ശ്ലോകം ഞാൻ സമ്മറൈസ് ചെയ്തേക്കാം. കാര്യം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യമായിട്ട് ഞാൻ എൻ്റെ ക്ലാസ് മുടക്കിയായിരുന്നു. 11 മണിക്ക് ഇവിടെ ദോഹയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, അത്രയും സമയം മായ വന്ന് പിടിക്കുമല്ലോ, എനിക്കെൻ്റെ ശബ്ദമേ ഇല്ല. അപ്പോൾ എന്നെ സുബ്രഹ്മണ്യം പ്രഭു ഒരു ബംഗാളി ഡിവോട്ടിയെ വിട്ടിട്ട് എന്നെ വന്ന് എടുപ്പിച്ചു. ഇവിടെ വന്ന് വണ്ടിയെ വന്നെടുത്ത് ഒരു ഹിന്ദിക്കാരുടെ ഒരു ധാമിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയി ഞാൻ സത്സംഗം നോക്കിയ പകുതിയായിരുന്നു. എന്നിട്ട് അവിടെ നോക്കി ഒരു പ്രഭു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഡിവോട്ടി മാതാജിക്കും പ്രഭുവിന് സെൻഡ് ഓഫ് ആണ്. അവർ ദുബായ് ജോലി കിട്ടി അങ്ങോട്ട് പോവാണ് ഇവിടുന്ന്. അപ്പം അങ്ങനെ ഗ്ലോറിഫിക്കേഷനൊക്കെ നടന്നു. അപ്പോൾ ആ പ്രഭു ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു ടോപ്പിക്കായിരുന്നു അത്, ഇന്നിപ്പോൾ സതി മാതാജി എടുത്ത ടോപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ എന്ന പോലെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബൈ ബർത്തിൽ തന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും എല്ലാത്തിലും തന്നെ ഇതുപോലെയുള്ള വാസനകൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അപ്പം അർജുനൻ തന്നെ പറയുന്നുണ്ട്, കാറ്റിനെ പിടിച്ചു നിർത്താം, പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വില്ലാളി വീരനായ അർജുനന് നടക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റും? ബൈ ബർത്തിൽ, അതായത് നമ്മളൊരാളോട് ചീത്ത പറയണമെന്ന് വിചാരിച്ച് എത്ര മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ചീത്ത പറയും. അതുപോലെ പല സമയങ്ങളിൽ നുണ പറയണമെന്ന് വിചാരിച്ചിരുന്നാലും ചില സമയത്തിൽ നുണ പറയേണ്ടി വരും. ചില സമയങ്ങളിൽ ക്രോധം വരും. അതിപ്പോൾ ആരോടെ നിന്നില്ല, ചിലപ്പോൾ ഒന്നുകിൽ ഭർത്താവിനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, കൂട്ടുകാരോടായിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ മാനേജറോടായിരിക്കാം. എത്ര നമ്മൾ പിടിച്ചു വെച്ചിരുന്ന് നമ്മൾ കൃഷ്ണോപദസ്ഥരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാമക്രോധ ലോകമോഹ എന്ന മത്സരങ്ങളിൽ ബൈ ബർത്തിൽ തന്നെ അന്തർലീനമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് എത്ര നമ്മൾ പുറമേ കുറെ തിലകൊക്കെ ധരിച്ച് എന്തെല്ലാം ഇവിടെ പൂശിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പോയി കഷ്ടപ്പെടുകയേ ചെയ്യരുത്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം? ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റിവിടുക. ഇന്ദ്രിയങ്ങളുടെ ഡയറക്ഷൻ മാറ്റിവിടുക ഭഗവാനിലേക്ക്. അതെങ്ങനെ മാറ്റിവിടാൻ പറ്റും? ഈ അംബരീഷ് മഹാരാജ് ഇതുപോലെ ഭക്തിയുത സേവനം ചെയ്യുക, ശ്രവണം, സത്സംഗത്തിൽ കയറുക, അതുപോലെ ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ ധാമിൽ പോവുക, അതേപോലെ നാമജപം, അതുപോലെ തന്നെ ലെക്ചേഴ്സൊക്കെ കേൾക്കുക, അതുപോലെ നമ്മൾ വൈഷ്ണവ ആചരണം, ഇങ്ങനെയൊക്കെയുള്ള ഭഗവത്ഗീത ഭാഗവതം വായിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പിന്നെ ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത്. ഋഷികേശ സേവനം ഭക്തി ഉച്ചതേ. അപ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തിമാർഗം. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനെ തൃപ്തിപ്പെടുത്തുക. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ ഇന്ദ്രിയങ്ങൾ എങ്ങനെ ശരിയാകും എന്നുള്ള നമ്മൾ പോലും അറിയാതെ തന്നെ അതൊക്കെ ശരിയായിക്കൊള്ളും. ഓരോന്നായിട്ട് ശരിയാക്കി തരും. അത്രയും എളുപ്പമല്ല. നമ്മൾ എവറസ്റ്റ് കയറുന്ന പോലത്തെ അത്രയും
ദുഷ്കരമാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ തന്നെ അത് മാറ്റിത്തരും. അപ്പൊ അതിന് ഈ നിഷ്കാമ കർമ്മമൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഇന്ദ്രിയങ്ങളിലുള്ളിലുള്ള കാമം, ഈ കാമത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ആ കാമത്തെ നമ്മൾ പ്രേമമാക്കി കൺവേർട്ട് ചെയ്യുക അല്ല. ഗോലോകത്തിൽ ഇതിൻ്റെ എല്ലാം തലതിരിഞ്ഞ ഭാവമാണ് അല്ലേ. ഇവിടുത്തെ കാമം, അവിടെ പ്രേമമാണ്. അപ്പം കാമത്തെ നമ്മൾ പ്രേമമാക്കി മാറ്റുക. ഇങ്ങനെ ഓരോരോ അവസ്ഥയും നമ്മൾ ഗോലോകത്തിലുള്ള അവസ്ഥയിലേക്ക് മാറ്റുക. ഈ മാറ്റാൻ നമ്മൾ മാറ്റാൻ പോകണ്ട. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുക. കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഇതുകൊണ്ട് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുക മാത്രം ചെയ്താൽ മതിയാകും. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അടുത്ത ക്ലാസ്സിൽ ആരാണ് ഇതുപോലെ ചർച്ച ചെയ്യാനായിട്ട് വരാനായിട്ട് പറ്റുന്ന, ആർക്കാണ് അടുത്ത 3 ശ്ലോകങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യാൻ വരാൻ പറ്റുന്നത്? സതി മാതാജി, ഞാൻ ആകെ വിഷമിച്ചിരുന്നു. മാതാജിക്ക് ഒരുപാട് താങ്ക്സ്. ആകെ ഞാൻ വിഷമിച്ചിരുന്ന ക്ലാസ് നിർത്തേണ്ടി വരുമോ ഓരോരുത്തരോടും. കാര്യം രോഹിണി മാതാജിയൊക്കെ ഒരുപാട് ക്ലാസ്സുള്ള ആളാണ്. മാതാജിക്ക് എന്നെ പോലെ തൊണ്ണയൊക്കെ പൊട്ടിയിരിക്കുക. അപ്പം അങ്ങനെ ക്ലാസ് നിർത്തേണ്ടി വരുമല്ലോ, ഞാൻ മായയ്ക്ക് അടിമയായല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പം ധൈര്യപൂർവ്വം തൻ്റെ അടുത്തോടുകൂടി മാതാജി പറഞ്ഞു, പ്രഭു അതിനെന്താണ്, ഇത് വായിച്ചിട്ട് അത് അർത്ഥം പറയുന്നതല്ലേ ഉള്ളൂ, അത്ര ഞാനത് അല്ല, ഇങ്ങനെ ഞാൻ എടുക്കാം പ്രഭു. അടുത്ത ആഴ്ച ഭഗവാൻ അനുവദിച്ച് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം അടുത്ത ആഴ്ച. പക്ഷെ ശരിയാ നിൽക്കാതെ എനിക്ക് അറിയില്ല. അതിനകത്ത് ഉള്ളത് വായിച്ച് അതിന്റെ ഇത് പറയാം. അത്രയും മാത്രം മതി മാതാജി. ഉള്ളത് വായിച്ചിട്ട് അർത്ഥം പറയുക. ഓരോ അത്രേ ഉള്ളൂ. അവസരവും അത് നമുക്ക് തെറ്റിയാണ്. കിട്ടുന്നത് അല്ല, അതിനകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഏത് രൂപയിലാന്ന് നമുക്കറിയില്ല. ഇതിന് വലിയ നമുക്കൊരു ജ്ഞാനമൊന്നും ഉണ്ടാവും. മനസ്സിലാക്കുന്നില്ല. അടുത്ത വെള്ളി തിരുവോണമാ. അടുത്ത വെള്ളി തിരുവോണമാ. ആയിക്കോട്ടെ. സന്ധ്യയ്ക്ക് രാത്രിയിലല്ലേ? അപ്പൊ നിങ്ങൾ സന്ധ്യയ്ക്ക് ആരിലൊക്കെ കാണുമോ? ഞാൻ ഞാൻ കാണും. കയറാം പ്രഭു എന്ന് വിചാരിക്കുന്നു. തിരുവോണ അയൽവ ഉച്ചക്കല്ലേ ഊണ്? ഈ സമയത്ത് എല്ലാരും കഴിയല്ലല്ലോ. അത് ബന്ധുവീടുകളിലൊക്കെ പോവോ എല്ലാരും? പിന്നെ തിരുവോണം വേണ്ട. തിരുവോണം വേണ്ട. പറ്റുന്നെങ്കിൽ തിരുവോണം ഇനി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഒഴിവാക്കാം. അതെ, തിരുവോണമല്ലേ? ഒഴിവാക്കാം. ക്ലാസ് ഒഴിവാക്കാമോ? അതെ, അതാ നല്ലത്. കുറച്ചു പേരെ കാണുള്ളൂ. ആരെങ്കിലും 3 കേട്ടോ. ഓരോ സ്ഥലത്ത് പോകുന്നവരൊക്കെ കാണുമല്ലോ. അതെ, എന്നാ അടുത്ത ആഴ്ചത്തെ ക്ലാസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാര്യം തിരുവോണം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യട്ടെ. ചിലപ്പോ 1-2 പേരൊക്കെ കയറാൻ 15 ദിവസം കഴിയുമ്പോൾ പ്രഭുവിന് നല്ല ഭേദമാവും അപ്പോഴത്തേക്ക്. അപ്പൊ നിങ്ങൾ എന്തായാലും ഓരോരുത്തരുടെ മാറി മാറി എടുക്കുക. നേരത്തെ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കും. പിന്നെ ചിലരൊക്കെ അടുത്ത ക്ലാസ് ഞാൻ എടുക്കാം. ക്ലാസ് എടുക്കേണ്ടി വരുമെന്ന് ചിലരൊക്കെ സത്സംഗം വിട്ടുപോകാൻ തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഞാൻ ആരോടെങ്കിലും ക്ലാസ് എടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് ചിലര് സത്സംഗമൊക്കെ നിർത്തി, കയറാതെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോയി. അങ്ങനെ ഞാൻ നിർത്തുമായിരുന്നു ഇത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമുക്ക് ഒരുപാട് നമ്മളിപ്പോ ഇതുപോലെ ക്ലാസ്സിൽ വന്ന് നമ്മള് എടുക്കുമ്പോ ഒരു ചർച്ച പോലെ ചെയ്താൽ മതിയല്ലോ. നമ്മള് അറിയാത്ത ആൾക്കാരെ വിട്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും മതി. നമ്മൾ കൂടുതൽ എന്താ പറയുക, ഇതാകാൻ പോണ്ട, പണ്ഡിതരാകാൻ പോണ്ട. നമ്മൾ സാധാരണ നമ്മുടെ നോളേജിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. പലതിന്റെ ലക്ഷ്യാർത്ഥവും അത് ഇതൊന്നും നമുക്കറിയില്ല. അതിനകത്ത് കാണുന്ന പോലെ പ്രഭാതരെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രം വിചാരിച്ചാൽ മതി. ഭാവാർത്ഥത്തിൽ അദ്ദേഹം എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ പറഞ്ഞ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മള് പഴയ ഏതെങ്കിലും പഠിച്ച ശ്ലോകമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. നമ്മളീ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തില്ലേ? അതെന്തായിരുന്നു? പക്ഷെ പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. പിന്നെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? നമ്മുടെ റിവിഷന് വേണ്ടിയിട്ടാ പറഞ്ഞത് അല്ലേ? അല്ല, അത് നമുക്കറിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് വന്നില്ല. എനിക്കറിയായിരുന്നു. പക്ഷെ അത് 3 ഭാവത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാനായിട്ടാണ് പഠിച്ചാലാണ് നമ്മളിത് ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റിലേറ്റ് ചെയ്ത് പഠിക്കണം ഓരോന്നിനെ. അത് കഴിഞ്ഞ് നമ്മള് കണ്ടു മതാചാരപരമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അതിനെ നമ്മൾ ഏത് കണ്ടാലും നമ്മളൊന്ന് റിലേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുക. എന്താണ് മതാചാരപരമായ കർമ്മങ്ങൾ?
അതായത് നമ്മള് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും പറഞ്ഞിരിക്കുന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. വളരെ സ്ലോ പ്രോസസ്സാണ് അല്ലേ? അതെ. അതായത് നമ്മള് ഓരോ ക്ഷത്രിയൻ ഓരോ ക്ഷത്രിയന്റെ കടമ ആചാരങ്ങളുണ്ട്. ചെയ്യുക, ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ കടമ ചെയ്യുക, അതുപോലെ ഈ 4 ആശ്രമങ്ങളിൽ കൂടെ കടന്നു പോവുക. അതായത് വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ പോയാലും കിട്ടുന്ന ആ ഒരു ഫലം നമ്മൾ ഇവിടെ എല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതെ. അതുപോലെ തന്നെ തിലകൻ ഒരു മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എല്ലാ അവസ്ഥാന്തരങ്ങളെയും കടന്ന് പോകുന്നെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് ഇന്ന് സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെല്ലാം കടന്ന് നമ്മൾ വേറൊരു ലെവലിൽ കൂടെയാണ് പോകുന്നത്. അത് സൈക്കോസിസ് അല്ലാന്നേ ഉള്ളൂ, വേറൊരു സൈക്കോസിസിന്റെ എല്ലാ അവസ്ഥാന്തരങ്ങളെയും കടന്നെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ സൈക്കോസിസ് അല്ലാന്നേ ഉള്ളൂ, കൃഷ്ണാവബോധമാണ്. അപ്പൊ അതുകൊണ്ട് അതായത് നമ്മള് ഡയമണ്ട് ഷോപ്പിലാണ് നമ്മളെല്ലാം, അതുകൊണ്ടാണ് ആള് കുറവ്. മീൻ ചന്തയാണെങ്കിൽ എന്താണ്, നല്ല തിരക്കായിരിക്കും അല്ലേ? ഡയമണ്ടിന് എന്ന് പറഞ്ഞാൽ വില കൂടുതലായതുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും, ഇതല്ലേ? അപ്പൊ ഇതുകൊണ്ട് അത് കാശുള്ളവര്, ഇവിടെ കാശുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മൂല്യം അറിയാവുന്നവര് എന്തായാലും ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ അഭിമാനിക്കുക, അത്രയേ ഉള്ളൂ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ പറയാം. 10 മിനിറ്റ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. ഗീതാമാതാജി. പ്രഭുവിന് മരുന്നുണ്ടോ? പ്രഭുവിന് മരുന്നുണ്ടോ അതോ റെസ്റ്റേ ഉള്ളോ? മരുന്നുണ്ട്. ഉപ്പുവെള്ളം കൊള്ളുന്നുണ്ടോ പ്രഭു? ഉപ്പുവെള്ളം എല്ലാ ദിവസവും പറ്റാറില്ല, മിക്കവാറും ദിവസം ആന്റിബയോട്ടിക്കാണ്. പറ്റും. രാത്രി കിടക്കുമ്പോഴേക്കും ഇത്തിരി ചൂടുവെള്ളം ഉപ്പുവെള്ളം കൊണ്ടാൽ മതിയല്ലോ. എനിക്കത് ചെയ്തപ്പോഴാണ് മാറിയത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ചെടുക്കുമ്പോ വരും, എന്നാലും അത് പോകും. എനിക്കും വന്നിട്ടുണ്ട്. പ്രഭുജി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് പിടിച്ചാ മതി പ്രഭുജി. അന്നേരം പറഞ്ഞു, ഞാൻ കൊണ്ട് ENT കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു വോക്കൽ കോഡിന് ചൂടുവെള്ളത്തിൽ പരലുപ്പ് ഇട്ടിട്ട് ആ വെള്ളം തൊണ്ടയിൽ ഗാർഗിൾ ചെയ്താൽ മതി. എനിക്ക് കുറഞ്ഞു കിട്ടിയത്. തൊണ്ടയ്ക്കല്ല, ലോക്കൽ കോഡിനല്ലേ വിഷയം. തൊണ്ടയും താഴെയോട്ട് പോയില്ലേ, ആ വോക്കൽ കോഡിനാണ് വിഷമം. മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ മരുന്നും ഉണ്ട്, റെസ്റ്റ് മാത്രമേ ഉള്ളൂ അതിന്റെ മരുന്ന്. ഇത് ഏറ്റവും നല്ല മരുന്നാ ഇത്, പരലുപ്പിട്ട് വെള്ളം പിടിച്ചാൽ മതി. അതെ, അത് നീർക്കെട്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ സൈൻ ഇതിന് നമ്മൾ കുടിക്കുന്ന പോലെ. തൊണ്ടയ്ക്ക് നീരുണ്ടെങ്കിൽ അങ്ങ് പോകും.